നോട്ടി ഗേൾ ഭാഗം 2. ജോൺ ലിഫ്റ്റിൽ നിന്നും പുറത്തേക്കിറങ്ങി എന്നെ നോക്കി. ഞാൻ മുഖത്തൊരു പുഞ്ചിരി വരുത്തി അവന് പുറകിലായി നടന്നു. അവൻ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ലൈറ്റ്സ് എല്ലാം ഓണായിരുന്നു. ഞാൻ പുറത്ത് മടിച്ചു നിൽക്കുന്നത് കണ്ട് ജോൺ എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. എൻ്റെ പേടി അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തിയിരുന്നു. മനോഹരമായൊരു രാത്രിയായിരുന്നിട്ടും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ആകെ ഒരു വെപ്രാളം. എൻ്റെ ഉള്ളിലുള്ള ടെൻഷൻ പുറത്ത് പ്രകടിപ്പിക്കാതിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. മാർത്തയുടെ വാക്കുകൾ കേട്ട് ഇറങ്ങി പുറപ്പെടാൻ തോന്നിയ നിമിഷത്തെ ഞാൻ പലതവണ ഉള്ളിൽ ശപിച്ചു കഴിഞ്ഞിരുന്നു. ജോൺ തന്നെ എൻ്റെ ഫുൾ ലെങ്ത് ഉണ്ടായിരുന്ന ഓവർകോട്ട് ഊരി മാറ്റി സ്റ്റാൻഡിലേക്കിട്ടു. എനിക്ക് നന്നായി തണുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ AC അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ഞാൻ മുട്ടിന് ഒരുപാട് മുകളിൽ നിൽക്കുന്ന അത്യാവശ്യം മാത്രം ഇറക്കമുള്ള ലൈറ്റ് പിങ്ക് സ്ലീവ്ലെസ് ഡീപ്പ് വി നെക്ക്ഡ് ഫ്രോക്കാണ് ധരിച്ചിരുന്നത്. മാർത്തയുടെ സെലക്ഷനായിരുന്നു അത്. അവൻ്റെ മുന്നിൽ ഈ വേഷത്തിൽ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ലെന്ന് എനിക്ക് തോന്നി. മാറിടങ്ങളുടെ പകുതി ഭാഗത്തോളം അനാവരണം ചെയ്യപ്പെട്ടിരുന്നു. ജോണിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഞാൻ സോഫയിലേക്കിരുന്നു. വെളുത്തുകൊഴുത്ത എൻ്റെ തുടകൾ അവന് മുന്നിൽ പ്രദർശിപ്പിക്കേണ്ടി വന്നതിൽ എൻ്റെ ഉള്ളിൽ അല്പം ജാള്യതയുണ്ടായിരുന്നു. ഹന്ന, തനിക്ക് കുടിക്കാൻ എന്താ വേണ്ടത്? ഹോട്ട് എന്തെങ്കിലും എടുക്കട്ടെ? ജോണിൻ്റെ ചോദ്യത്തിൽ ഞാനൊന്ന് പതറി. അത് ജോൺ, ഞാനതൊന്നും കഴിക്കാറില്ല. ഓ ഓക്കെ, വൈനെങ്കിലും എടുക്കട്ടെ. എൻ്റെ അങ്കിൾ പുറത്തുനിന്നും കൊണ്ടുവന്ന നല്ല അടിപൊളി വൈനുണ്ട്. താനൊന്ന് ടേസ്റ്റെങ്കിലും ചെയ്ത് നോക്കണം. ജോൺ എന്നെ ഒരുപാട് നിർബന്ധിച്ചുകൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ അതിനോടൊന്നും ഒരു താല്പര്യവുമില്ല. ഒടുവിൽ ജോണിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവനൊരു കമ്പനി കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഞങ്ങൾ അടുത്തടുത്തായിട്ടാണ് ഇരുന്നത്. സംസാരത്തിനിടയിൽ പലപ്പോഴും ജോൺ എൻ്റെ കാലിൽ തഴുകുന്നുണ്ടായിരുന്നു. നേരിയൊരു അസ്വസ്ഥത തോന്നിയെങ്കിലും ഞാനത് പുറമേ പ്രകടിപ്പിച്ചില്ല. ഇടയ്ക്ക് 1-2 പ്രാവശ്യം അവൻ എന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അതിൽ ഒരു പ്രാവശ്യം അവൻ്റെ നോട്ടം എൻ്റെ ചുണ്ടുകളിലേക്കായിരുന്നു. ഒരു ചുംബനത്തിൻ്റെ വക്കോളം ആ നോട്ടം എത്തിയെങ്കിലും ഞാൻ അതിൽ നിന്നും പിന്മാറി. വീണ്ടും അവൻ ശ്രമിച്ചെങ്കിലും ഞാൻ പിടികൊടുത്തില്ല. നോൺ ആൽക്കഹോളിക് ആണെന്ന് ജോൺ പറഞ്ഞെങ്കിലും ഒരു സിപ്പ് എടുത്തപ്പോൾ തന്നെ എനിക്കെന്തോ പന്തികേട് തോന്നിയിരുന്നു. എങ്കിലും ജോണിന് നീരസമുണ്ടാകരുതെന്ന് കരുതി ഞാൻ അവൻ തന്നത് മുഴുവൻ കുടിച്ചു. ജോണും ആവശ്യത്തിലധികം കുടിച്ചിട്ടുണ്ട്. സംസാരത്തിലൊക്കെ ചെറുതായി മാറ്റം വരാൻ തുടങ്ങിയിരിക്കുന്നു. ഫ്രഷാകാൻ എന്നും പറഞ്ഞ് അകത്തേക്ക് പോയ ജോൺ തിരികെ എത്തിയത് കുളി കഴിഞ്ഞ് ബാത്ത് ടവൽ മാത്രം ഉടുത്തിട്ടാണ്. ഈ വിധത്തിൽ അവൻ മുന്നിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ മുഖത്ത് അതിൻ്റെ ഞെട്ടൽ പ്രകടമായിരുന്നു. ഹന്ന, താനും ആകെ മുഷിഞ്ഞില്ലേ? പോയിന്ന് ഫ്രഷായിട്ട് വാ. ഇത് ജോൺ, ഞാൻ വേറെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഞാനിങ്ങനെ ഓക്കെയാണ്. എനിക്കെന്തോ എങ്ങനെയെങ്കിലും അവിടെ നിന്നും പോയാൽ മതിയെന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് ബുദ്ധിമുട്ടാണ് ഹന്ന. താൻ ഫ്രഷ് ആകുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. വശ്യമായ ചിരിയോടെ ജോൺ എന്നെ നോക്കി പറഞ്ഞു. പരിചയപ്പെട്ടിട്ട് അധിക നേരം കൂടി ആയിട്ടില്ല. അപ്പോഴേക്കും ജോണിൻ്റെ ഇഷ്ടങ്ങൾ എന്നിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കും പോലെ. ഇങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് എന്നെ എത്തിച്ച മാർത്തയോട് ഉള്ളിൽ അടക്കാനാകാത്ത ദേഷ്യം തോന്നുന്നുണ്ടായിരുന്നു. സോറി ജോൺ, എനിക്കത് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല എനിക്ക് നല്ല തലവേദനയുണ്ട്. സോ ഐ നീഡ് റെസ്റ്റ്. ഓ ഓക്കെ, എനിക്ക് മനസ്സിലാകും. ബട്ട് ഒരു കിസ്, അതിനെങ്കിലും താൻ എന്നെ അനുവദിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ജോണിന് മനസ്സിലായില്ലേ എനിക്കിപ്പോൾ ഒന്നിനും കഴിയില്ലെന്ന്. എനിക്ക് അവനോടെന്തോ അടക്കാനാകാത്ത ദേഷ്യം തോന്നി. എൻ്റെ മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ജോൺ എന്നിലേക്കടുത്തു. എൻ്റെ ചുണ്ടുകളിൽ ബലമായി അവൻ്റെ ചുണ്ടുകൾ അമർന്നു. അവൻ്റെ നാവുകൊണ്ട് ചുണ്ടുകൾ പിളർന്നുകൊണ്ട് അവൻ്റെ ഉമിനീർ എന്നിലേക്ക് പ്രവേശിച്ച നിമിഷത്തിൽ നേരത്തെ കുടിച്ച വൈനും രാത്രിയിലത്തെ ഡിന്നറും പിന്നെ ഇഷ്ടമല്ലാത്ത സമയത്ത് കിട്ടിയ ലിപ് ലോക്കും ആകപ്പാടെ എന്തൊക്കെയോ വയറിനുള്ളിൽ ഉരുണ്ടുകൂടി മുകളിലേക്ക് ഒരൊറ്റ തള്ളലായിരുന്നു. ജോണിൻ്റെ മുഖത്തും ദേഹത്തും എന്തിന്, അവൻ്റെ ഭാവം കണ്ടിട്ട് അവൻ്റെ ഉള്ളിൽ പോലും എൻ്റെ വൊമിറ്റിംഗ് പോയ മട്ടുണ്ട്. സത്യത്തിൽ അത്രയും നേരം ഉള്ളിലുണ്ടായ അസ്വസ്ഥത മാറിയ ആശ്വാസം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പക്ഷേ ജോണിൻ്റെ കാര്യം ആലോചിച്ചപ്പോൾ ഞാൻ ആകെ അന്താളിച്ച് അവനെ നോക്കി. അവനവിടെ വാഷ് ഏരിയയിലുണ്ട്. ഡെറ്റോളൊക്കെ കലക്കി മുഖത്തും ദേഹത്തുമൊക്കെ ഒഴിക്കുന്നുണ്ട്.
ഒപ്പത്തിൽ കേട്ടാൽ അറയ്ക്കുന്ന വിധത്തിലുള്ള ചീത്തയും വിളിച്ചു പറയുന്നുണ്ട്. ജോൺ എന്ന ജെന്റിൽമാനിൽ നിന്നും ഇത്രയും അടിപൊളി ചീത്തകൾ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യം പറഞ്ഞാൽ പലതും എനിക്ക് മനസ്സിലായത് കൂടിയില്ല. അല്പം പേടിയോടെയാണെങ്കിലും ഞാൻ ജോണിനടുത്തേക്ക് ചെന്നു. ജോൺ, ഐ ആം സോറി. ഞാൻ അറിയാതെ. എന്തറിയാതെ? നീ എന്തൊരു വേസ്റ്റാണെന്നറിയോ? ഇത്രയും നല്ലൊരു രാത്രി കിട്ടിയിട്ട്, അതും എന്നെപ്പോലൊരു സുന്ദരനോടൊപ്പം, അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് പോലും അറിയാത്ത ഫൂൾ. പിന്നെയും എന്തൊക്കെയോ കുറേ ചീത്ത. എനിക്കും ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവനെയും അവൻ്റെ ഫ്ലാറ്റിനെയും വൃത്തികേടാക്കിയതല്ലേ, അതുകൊണ്ട് മാത്രം തിരിച്ചൊന്നും പറഞ്ഞില്ല. ജോൺ, ഞാൻ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് തരാം. പ്ലീസ്, ചെയ്തു തന്ന ഉപകാരങ്ങൾക്ക് നന്ദി. നിനക്ക് കഴിയുമെങ്കിൽ ഇവിടെ നിന്നൊന്ന് പോയി തരാമോ? ഒരു യൂസ്ലെസ്സിന് വേണ്ടി എൻ്റെ ഇത്രയും നേരം നശിപ്പിച്ചു തോർത്ത് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. സോ പ്ലീസ് ഗെറ്റ് ഔട്ട്. ജോൺ പറഞ്ഞത് കേട്ട് അപമാനത്താൽ എൻ്റെ മുഖം താഴ്ന്നുപോയി. ഞാൻ വേഗം എൻ്റെ കോട്ടും എടുത്തിട്ട് അവിടെ നിന്നും ഇറങ്ങി നടന്നു. നടന്നെന്ന് പറഞ്ഞതിനേക്കാൾ ഓടിയെന്ന് പറയുന്നതാകും ശരി. ലിഫ്റ്റ് പോലും ഉപയോഗിക്കാൻ നിന്നില്ല. പടികൾ ഓടിയിറങ്ങി. കണ്ണുകൾ നിറഞ്ഞു തൂവുന്നുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി എന്ന നിലയിൽ കേൾക്കേണ്ടി വന്ന ഏറ്റവും വലിയ അപമാനമായി തോന്നി അവൻ്റെ വാക്കുകൾ. മാർത്തയുടെ സുഹൃത്താണല്ലോ എന്നോർത്താണ് ഞാൻ അത്രയും സമയം അവനോടൊപ്പം ചിലവിട്ടത് തന്നെ. പക്ഷേ ഇപ്പോൾ മാർത്ത ഇതൊക്കെ അറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് വല്ലാത്ത ഭയം തോന്നുന്നു. ഈ നഗരത്തിൽ എനിക്ക് ഏറ്റവും അടുപ്പമുള്ള കൂട്ടുകാരി അവളാണ്. അവളിതൊക്കെ അറിഞ്ഞാൽ ഞാൻ അവനെ അപമാനിച്ചതുപോലെ ആയില്ലേ? ഓരോന്നോർത്ത് ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി. ഞാൻ എങ്ങോട്ടെന്നില്ലാതെ നടന്നു. രാത്രി ഏറെയായിരുന്നു. തണുപ്പേറി വരുന്നുണ്ട്. കഴിഞ്ഞു പോയ സംഭവങ്ങളോർത്ത് ഉറക്കം വരുന്നില്ലെങ്കിലും നല്ല ക്ഷീണമുണ്ട്. കുറച്ചേറെ നേരമായി ഒരു ലക്ഷ്യവുമില്ലാതെ നടക്കുന്നു. എനിക്ക് തോന്നുന്നു ജോണിൻ്റെ ഫ്ലാറ്റിൽ നിന്നും എൻ്റെ താമസ സ്ഥലത്തേക്കുള്ള പകുതിയിലേറെ ദൂരം ഞാൻ നടന്നു കഴിഞ്ഞെന്ന്. എന്തായാലും അല്പസമയം ഇരിക്കാമെന്ന് കരുതി അടുത്തുണ്ടായിരുന്ന പാർക്കിന് മുന്നിലെ തടി ബെഞ്ചിലേക്ക് അവൾ ഇരുന്നു. ആ ഭാഗത്ത് അധികം ആൾതാമസമില്ലാതിരുന്നതിനാൽ തന്നെ വല്ലാത്തൊരു നിശബ്ദത തോന്നി ചുറ്റിനും. ഇനിയും അവിടെ അങ്ങനെ ഇരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയതിനാൽ തന്നെ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് വീണ്ടും നടന്നു.